ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നും മരിച്ചിട്ടില്ല എന്നും ഒരു സഹോദരൻ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം അതിന് തെളിവായിട്ട് വേദപുസ്തകം ഒന്നും പറയുന്നില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല, മറിച്ച് പാരമ്പര്യം അങ്ങനെ പറയുന്നു എന്നും ചരിത്രം അങ്ങനെ പറയുന്നു എന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള കൃപാസനം എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിലെ മാസികകൾ വിതരണം ചെയ്യാനായിട്ടൊരു സഹോദരി എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു കിടന്ന് ഇങ്ങനെ വിതരണം ചെയ്ത്, അതിൻ്റെ പിന്നിൽ സഹോദരി എന്നാ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പരിശുദ്ധ അമ്മയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല, അമ്മയോട് നമ്മൾ എന്തപേക്ഷിച്ചാലും അമ്മ ചെയ്തു തരും, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ മതി, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അമ്മ ചെയ്തു തരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ, ഞാൻ ചോദിച്ചു അമ്മ ഇപ്പം അതിന് ജീവിച്ചിരിപ്പുണ്ടോ അതൊക്കെ ചെയ്തു തരാമെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, അമ്മ ഉടലോടെ സ്വർഗത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അമ്മ എന്ത് കാര്യം യേശുവിനോട് പറഞ്ഞാലും യേശു അത് സാധിച്ചു തരും, അമ്മയാണ് മധ്യസ്ഥ. അപ്പോൾ അമ്മ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് യേശു കാര്യം സാധിച്ചു തരും. കാനാവിലെ കല്യാണത്തിന് യേശു ക്രിസ്തുവിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ തന്നെ യേശു ക്രിസ്തു വീഞ്ഞുണ്ടാക്കി കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞാൽ യേശു അനുസരിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി ഇതൊക്കെ ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതൊന്നും ബൈബിളിലുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കത്തോലിക്ക സഭയാണ് ഏറ്റവും കൂടുതൽ മറിയ ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും മരിച്ചിട്ടില്ല എന്നുമൊക്കെ കത്തോലിക്ക സഭയാണ് കൂടുതൽ പഠിപ്പിക്കുകയും അതുപോലെ ഇത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് തുടങ്ങിയത് ഏകദേശം AD 450 ശേഷമാണ് എന്നാണ് നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. AD 450 ശേഷം മറിയയെ ദൈവത്തിൻ്റെ അമ്മയായിട്ട് പ്രഖ്യാപിക്കുകയും അഥവാ ദൈവമാതാവായിട്ട് അംഗീകരിക്കുകയും അവളെ ആരാധനയ്ക്ക് യോഗ്യയാണെന്ന് സ്ഥാപിക്കുകയും അങ്ങനെ അവളെ ആരാധിക്കാനൊക്കെ തുടങ്ങി എന്നുള്ളത് AD 450 ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. ഇന്ന് മറിയ വാസ്തവത്തിൽ ദൈവത്തെക്കാൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനേക്കാൾ സർവശക്തിയായ ഒരു സ്ത്രീയായിട്ടാണ് കത്തോലിക്ക സഭ അതിനെ സങ്കല്പിച്ചു പോരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആരാധിച്ചു പോരുന്നത്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ ഞാനിങ്ങനെ ഒരു സംഭവം പറയാം. ഈ വർക്കലയ്ക്കടുത്ത് ശിവഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരു മനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും തത്വചിന്തകളും ഉപദേശങ്ങളും ഒക്കെ ജനത്തിന് വളരെ സ്വീകാര്യമായ ഉപദേശങ്ങളൊക്കെ പ്രസ്താവിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മാന്യനായ ഒരു വ്യക്തിയായി സമൂഹം അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ ശ്രീനാരായണ ഗുരു ഇങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിച്ച് കുറേ തത്വങ്ങളും ആദർശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ ശ്രീനാരായണ ഗുരു ഇന്ന് ഹിന്ദുക്കളുടെ ഒരു ദേവനായി മാറി, അല്ലെങ്കിൽ ഒരു ദൈവമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന കേവലം വർക്കലയിൽ ജനിച്ച ഒരു മനുഷ്യൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ആരായി മാറി? ദൈവമായി മാറി. എന്ന് പറഞ്ഞതുപോലെ AD 450 മുമ്പ് മറിയ ഒരു സാധാരണ സ്ത്രീ തന്നെയായിരുന്നു. അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവളും അപ്പോസ്തലന്മാരോടൊരുമിച്ച് ജീവിച്ചവളുമായിരുന്നു ഈ മറിയ എന്ന് പറയുന്നത്. എന്നാൽ 450 ശേഷം ഈ മറിയ ദൈവത്തിൻ്റെ മാതാവായി, ആരാധിയായി, പരിശുദ്ധയായി, അമലോത്ഭവയായി, നിത്യമായി ദൈവത്തെ പോലെ തന്നെ സർവശക്തിയായി, അതായത് മറിയയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കൃപാസനത്തിൽ നിന്ന് പറഞ്ഞു വിടുന്ന ആ വ്യക്തികളുടെ വിശ്വാസം മറിയ സ്വർഗത്തിലിരിക്കുന്നു എന്നും സർവശക്തിയാണെന്നും ദൈവത്തോടൊരുമിച്ച് അല്ലെങ്കിൽ യേശുവിനോടൊരുമിച്ച് സ്വർഗത്തിലിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ആ സഹോദരൻ പറയുന്നത് എങ്ങനെയാണ്? മറിയ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ആ വീഡിയോയിലും ആ സഹോദരൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വേദപുസ്തകത്തിൽ
രണ്ട് പേര് സ്വർഗം കണ്ടവരുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ദർശനം നൽകിയവരുണ്ട്. ഒന്ന് പൗലോസ്ലീഹയും അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസും, മറ്റൊന്ന് യോഹന്നാൻ അപ്പോസ്തലനുമാണ്. അപ്പോൾ രണ്ട് അപ്പോസ്തലന്മാർ സ്വർഗത്തിൽ പോയവരും സ്വർഗം കണ്ടവരുമാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ സ്വർഗത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഉത്തമമായ തെളിവെന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ ഏറ്റവും അവസാനത്തെ പുസ്തകം, ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിലാണ് യോഹന്നാൻ സ്വർഗം തുറന്നിരിക്കുന്നതും, സ്വർഗത്തിലൊരു വാതിൽ തുറന്ന് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവം യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നതായിട്ട് അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതി എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വർഗത്തിൽ യോഹന്നാൻ കണ്ട കാര്യങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ സ്വർഗത്തിലെ കാര്യങ്ങളാണ്, യോഹന്നാൻ കണ്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ യോഹന്നാൻ ദൈവത്തെ കണ്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ ദൈവത്തിൻ്റെ ആത്മാക്കളെ കണ്ടതായിട്ട്, 7 ആത്മാക്കളെ കണ്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ യോഹന്നാൻ യേശുക്രിസ്തുവിനെ കണ്ടതായിട്ട് പറയുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ സിംഹാസനത്തിനും മൂപ്പന്മാർക്കും മധ്യത്തിൽ യേശുക്രിസ്തു നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കണ്ടു. ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ കണ്ടു. പിന്നെ സിംഹാസനത്തിനും മൂപ്പന്മാർക്ക് നടുവിലായിട്ട് യേശു നിൽക്കുന്നതും കണ്ടു, അല്ലെങ്കിൽ കുഞ്ഞാട് നിൽക്കുന്നതായിട്ടും കണ്ടു. അപ്പം ഈ യോഹന്നാൻ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിലേക്ക് കയറി, യോഹന്നാനോട് ദൈവം പറഞ്ഞു നീ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നതും സ്വർഗത്തിലെ കാഴ്ചകളും യോഹന്നാൻ കാണുകയാണ്. അപ്പോൾ യോഹന്നാൻ കാണുന്ന കാഴ്ചകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ വർണ്ണിക്കുന്നത്. യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നത് ഈ മറിയയൊക്കെ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുണ്ടായിരുന്ന വ്യക്തി യോഹന്നാനാണ്. ആ യോഹന്നാൻ ഏറ്റവും അവസാന കാലത്ത് എഴുതിയ പുസ്തകമാണ്. അതിനെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100-ലും എങ്ങാണ്ടാണ് എഴുതിയതെന്ന് ഏകദേശം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ യോഹന്നാൻ എഴുതിയ ആ വെളിപ്പാട് എഴുതുമ്പോൾ, ആ കണ്ട ദർശനം എഴുതുമ്പോൾ മറിയ നിലവിൽ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ മറിയ ഭൂമിയിലില്ല. അപ്പോൾ മറിയ സ്വർഗത്തിലുണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം, പ്രത്യേകിച്ച് കത്തോലിക്കരുടെ വിശ്വാസം. അപ്പോൾ മറിയ സ്വർഗത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വേദപുസ്തകത്തിലില്ല എന്നവർ സമ്മതിക്കുന്നുണ്ട്. വേദപുസ്തകം അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ വിശ്വാസം മറിയ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ യോഹന്നാൻ കണ്ട സ്വർഗത്തിൽ മറിയ ഉള്ളതായിട്ട് യോഹന്നാൻ പറഞ്ഞിട്ടില്ല. അവിടെ ദൈവമുണ്ട്, സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് 7 ആത്മാക്കളെ കാണുന്നുണ്ട്. സിംഹാസനത്തിന് ചുറ്റും 24 മൂപ്പന്മാരിയ്ക്കുന്നുണ്ട്. ആ മൂപ്പന്മാരെ കൂടാതെ 10,000-കണക്കിന് ദൂതന്മാരെ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിനെയും കാണുന്നുണ്ട്. അപ്പോൾ 10,000-കണക്കിന് ദൂതന്മാര്, 24 സിംഹാസനത്തിന്റെ ചുറ്റും നിൽക്കുന്ന 24 മൂപ്പന്മാര്, സിംഹാസനത്തിന്റെ മൂപ്പന്മാരുടെ നടുവിൽ നിൽക്കുന്ന കുഞ്ഞാട് അഥവാ യേശുക്രിസ്തു. അപ്പോൾ ഇത്രയും കാഴ്ചകളെല്ലാം യോഹന്നാൻ കണ്ടപ്പോൾ അവിടെ ഒന്നും മറിയയെ കാണുന്നില്ല എന്നുള്ളതാണ്. കത്തോലിക്കർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയ ദൈവത്തിൻ്റെ മാതാവാണ്, അതുകൊണ്ട് ദൈവത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് കഴിയുന്ന അതേ കാര്യങ്ങൾ മറിയയ്ക്കും ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യേശുക്രിസ്തുവിനോട് ഒരുമിച്ചോ ദൈവത്തോടൊരുമിച്ചോ ഇരിക്കുന്ന 24 മൂപ്പന്മാരുടെ കൂട്ടത്തിലെങ്കിലും ഈ മറിയാനെ ഇരുത്തേണ്ടതായിരുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും ഇരിക്കുന്ന 24 മൂപ്പന്മാരുടെ കൂട്ടത്തിൽ മറിയയില്ല. അത് തന്നെയല്ല, യോഹന്നാൻ സ്വർഗത്തിലെ പല കാര്യങ്ങളും വർണ്ണിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒന്നും മറിയാനെ കാണാനില്ല.
അത് മാത്രമല്ല, നമ്മൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഞാൻ അങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് 6:13, 5:13. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഈ ദൈവത്തിന് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമായിട്ട് മറിയ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ 24 മൂപ്പന്മാരെ ദൈവത്തെ രാപകൽ ആരാധിക്കുകയാണ്. ഈ രാപകൽ ആരാധിക്കുന്ന മൂപ്പന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൂതന്മാരുടെയും ഒന്നും കൂട്ടത്തിൽ ഈ മറിയെ കാണാനില്ല. മാത്രമല്ല, 5:13 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: സ്വർഗത്തിലും ഭൂമിയിലും അതിൻ്റെ താഴെയുള്ള അധോലോകത്തിലുമുള്ള സകല സൃഷ്ടിയും സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം കുഞ്ഞാടിനും മഹത്വം കൊടുക്കുന്നു, സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിനും മഹത്വം കൊടുക്കുന്നു. അതിന് ശക്തിയും ബലവും മഹത്വവും സ്തോത്രവും കരയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാടിന് മഹത്വം കൊടുക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അങ്ങനെയാ മറിയ ദൈവത്തിന് തുല്യമാണെങ്കിൽ മറിയനെ അവിടെ കാണുന്നുമില്ല, മറിയയ്ക്ക് മഹത്വം കൊടുക്കുന്നുമില്ല. അവിടെ സ്തോത്രത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും മാനത്തിനും യോഗ്യൻ എന്ന് പറയുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ദൈവവും സകല സൃഷ്ടികളുടെയും ഉടയവനായ ദൈവവും നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട് തൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്ത കുഞ്ഞാടായ യേശുക്രിസ്തുവിനും. ഇവർക്ക് 2 പേർക്കുമാണ് സ്തോത്രവും ബലവും ബഹുമാനവും മഹത്വവും കൊടുക്കുന്നത്. അപ്പോൾ ഈ കത്തോലിക്കർ പറയുന്ന രീതിയിൽ മറിയ ദൈവത്തിന് തുല്യം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് തുല്യമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മ ആയതുകൊണ്ട് മറിയയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല, അവൾ പരിശുദ്ധയാണെന്നൊക്കെ പറയുന്ന ഈ കത്തോലിക്ക ആ വിശ്വാസം ബൈബിളിൽ അധിഷ്ഠിതമല്ല എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അത് പാരമ്പര്യമാണ്, പൂർവന്മാർ പറഞ്ഞതാണെന്നൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യം ബൈബിളിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ യോഹന്നാൻ കണ്ട് സ്വർഗത്തിൽ മറിയ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് ക്രൂശിൻ്റെ ചുവട്ടിൽ മറിയ ഉണ്ടായിരുന്നു, യോഹന്നാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം യേശുക്രിസ്തു യോഹന്നാനോട് പറയാണ്, ഇത് നിന്റെ അമ്മയാന്ന് പറഞ്ഞു. മറിയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. അങ്ങനെ മറിയയെ യോഹന്നാന് കൂട്ടിയേൽപ്പിക്കുകയാണ്. അപ്പൊ യോഹന്നാന്റെ കൂടെയാണ് മറിയ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മറിയ താമസിച്ചുകൊണ്ടിരുന്നത് യോഹന്നാന്റെ കൂടെ ആയതുകൊണ്ട് ഈ മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയെങ്കിൽ അതൊരു അത്ഭുത കാര്യം തന്നെയാണല്ലോ. അപ്പൊ യേശുക്രിസ്തു ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെ വിവരിച്ച യോഹന്നാൻ മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയ കാര്യം യോഹന്നാൻ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അപ്പോ ഇനിയിപ്പോ ഉടലോടെ സ്വർഗത്തിൽ പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും യോഹന്നാൻ സ്വർഗത്തിലെ ദർശനം കാണുമ്പോൾ ആ സ്വർഗത്തിൽ മറിയയെ കൂടി കാണുമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യോഹന്നാന്റെ വീട്ടിലാണല്ലോ മറിയ ജീവിച്ചത്. അപ്പൊ യേശു പറഞ്ഞത് നിന്റെ അമ്മയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ യോഹന്നാൻ മറിയയെ അമ്മയെ പോലെ കരുതിയിരുന്നു. യോഹന്നാന്റെ വീട്ടിൽ മറിയ ജീവിച്ചിരുന്നു. അപ്പൊ മറിയ ഉടലോട് സ്വർഗത്തിൽ പോയെങ്കിൽ യോഹന്നാൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ മറിയയെ കണ്ടേനെ. മാത്രമല്ല, മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയിട്ടുണ്ടോ സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം യോഹന്നാൻ പുസ്തകത്തിൽ എഴുതിയാണ്. കാരണം അത് വളരെ എടുത്തു പറയേണ്ടതായ ഒരു അത്ഭുതമാണ്. അപ്പൊ മറിയ സർവശക്തിയായ ദൈവത്തിന്റെ മാതാവ്, അവൾ മരിച്ചിട്ടില്ല, ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് യേശു ജനിച്ചതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ്. അപ്പൊ ആ അത്ഭുതം യോഹന്നാൻ കണ്ട സ്വർഗത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ മറിയയെ കണ്ടില്ല എന്ന് മാത്രമല്ല, ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലും മറിയയെ കണ്ടില്ല.
ദൈവത്തിന്റെ ചുറ്റും ഇരിക്കുന്ന 24 മൂപ്പന്മാരുടെ കൂട്ടത്തിലും മറിയയെ കണ്ടില്ല. യേശുക്രിസ്തുവിനോട് കൂടെയും മറിയയെ കണ്ടില്ല. അവിടെയുള്ള 10,000 ദൂതന്മാരുടെ കൂട്ടത്തിലും മറിയയെ കണ്ടില്ല. മാത്രമല്ല, ഇവരെല്ലാം സ്തോത്രവും ബഹുമാനവും ആരാധനയും മഹത്വവും കൊടുക്കുന്നത് യേശുക്രിസ്തുവിനും ദൈവത്തിനും മാത്രമാണ്. മറിയയ്ക്ക് ഒരു ബഹുമാനവും കൊടുക്കുന്നില്ല, മറിയയ്ക്ക് ഒരു മഹത്വം കൊടുക്കുന്നില്ല, മറിയയ്ക്ക് ഒരു സ്തോത്രവും കൊടുക്കുന്നില്ല. അപ്പൊ യോഹന്നാന്റെ കൂടെ താമസിച്ച മറിയയ്ക്ക് യാതൊരു ബഹുമാനവും കൊടുത്തതായിട്ട്, യാതൊരു മഹത്വം കൊടുത്തതായിട്ട് യോഹന്നാൻ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അപ്പൊ യോഹന്നാന്റെ കൂടെ ജീവിച്ച മറിയയ്ക്ക് യാതൊരു ബഹുമാനവും മഹത്വവും ഒന്നും യോഹന്നാൻ കൽപ്പിക്കാതെ, മറിയയെക്കുറിച്ച് ഒരു വാക്ക് പോലും എഴുതാതിരിക്കെ, കത്തോലിക്ക സഭയ്ക്ക് പാരമ്പര്യപ്രകാരം ഏകദേശം AD 450 ശേഷമുണ്ടായ അന്ധവിശ്വാസമാണ് മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നുള്ളതും, മറിയ സർവശക്തിയാണെന്നും മറിയ മധ്യസ്ഥയാണെന്നും ഒക്കെ വേദവസ്തുവിന് വിരുദ്ധമായി പാരമ്പര്യപ്രകാരം പറഞ്ഞുണ്ടാക്കുന്ന അന്ധവിശ്വാസങ്ങളാണ് എന്നുള്ള സത്യം നിങ്ങൾ അറിയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ സ്വർഗം കണ്ട രണ്ടുപേരിൽ ഒന്ന് അപ്പോസ്തലനായ പൗലോസും ഒന്ന് അപ്പോസ്തലനായ യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ സ്വർഗം കണ്ടത് അല്ല, അത്ര വിശദീകരണം പൗലോസ് വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ മറിയ സ്വർഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പൗലോസ് മറിയയെക്കുറിച്ച് എന്ത് പറഞ്ഞേനെ? വളരെ വലിയ ഒരു വർണ്ണന തന്നെ നടത്തിയേനെ. എന്നാൽ മറിയ അപ്പോസ്തലനായ പൗലോസാകട്ടെ, അപ്പോസ്തലനായ യോഹന്നാനാകട്ടെ, മറിയ സ്വർഗത്തിലുള്ളതായിട്ട് യാതൊരു വാക്കുപോലും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ കത്തോലിക്കനോ മറ്റേതെങ്കിലും സ്വഭാവത്തിൽപ്പെട്ടവനാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നുള്ള പാരമ്പര്യം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ബൈബിൾ തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ബൈബിൾ തെറ്റാണെന്ന് അംഗീകരിക്കുന്ന നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനും യേശുക്രിസ്തുവിനും അവരുടെ വചനങ്ങൾക്കും എതിരായിട്ട് ജീവിക്കുന്നവരും ഉപദേശിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായി ആധികാരികമായി എല്ലാ സഭകളും അംഗീകരിച്ച് ഇരിക്കുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യവും ഒരു ക്രിസ്ത്യാനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മറിയ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത് വെറും അന്ധവിശ്വാസമാണ്. ബൈബിൾ അതിനെ പിന്താങ്ങുന്നില്ല. മറ്റൊരു കാര്യം, മറിയ മധ്യസ്ഥയാണെന്ന് ബൈബിൾ പറയുന്നില്ല. അത് കത്തോലിക്കരെ ഒരു മധ്യസ്ഥയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരത്തേക്കും ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.